ഹായ്, എല്ലാവർക്കും CNITസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ നൈറ്റിയിൽ കൊളുത്തും കുഴയും ഒക്കെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് തുന്നുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് പലരും പല ടൈപ്പിലാണ് ചെയ്യാറ്. ഞാൻ ചെയ്യുന്ന രീതിക്കല്ലാതെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യൽ പഠിപ്പിച്ചപ്പോൾ നമ്മളെ കൊളുത്തും കുഴയും ആദ്യമേ തന്നെ കൊളുത്തും കുഴയും തുന്നാൻ പഠിപ്പിക്കും. അപ്പോൾ നമ്മളെ കൊളുത്തും കുഴയും തുന്നാൻ പഠിപ്പിച്ചത് എങ്ങനെയാണോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൈറ്റിയുടെയൊക്കെ ഒരു കൊളുത്ത് വിട്ടുപോയാൽ തുന്നാൻ അറിയില്ലാത്തവരും ഉണ്ട്. കാരണം എന്നോട് പറയാറുണ്ട്, ചേച്ചി അത് എനിക്കറിയില്ല, ഇളകിപ്പോയാൽ അപ്പോൾ ഒന്ന് ശരിക്കും തുന്നിയേക്കണേ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അത് തുന്നി വിടുന്നത്. സ്റ്റിച്ചിങ് ആണെങ്കിൽ നമ്മൾ നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ടാണ് നമ്മൾ ചെയ്തു വിടാറ്. പക്ഷേ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പാൽ കൊടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ കൊളുത്തും കുഴയും വെക്കുന്നതെങ്കിൽ എത്രയൊക്കെ തുന്നിയെന്ന് പറഞ്ഞാലും കുറേ കഴിയും. കാരണം എപ്പോഴും നമ്മളത് ഊരവും ഇടുവാണല്ലോ. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് പറഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് എന്തായാലും ലൂസാവാതിരിക്കില്ല. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണല്ലോ. പിന്നെ ചില അമ്മമാരുണ്ട്, അവർക്ക് നമുക്ക് ഫുൾ ഓപ്പൺ അല്ലെങ്കിൽ പോലും ഒരു 2-3 കൊളുത്തൊക്കെ വെച്ചേക്കണം എന്ന് പറയും. ഞൊറിവ് നൈറ്റിയിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വേണമെന്ന് പറയും. അങ്ങനെ ചില അമ്മമാർക്ക് അതൊരു വേറെ ഏത് മോഡലും അവർക്ക് പറ്റത്തില്ല, അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് കൊളുത്ത് വെച്ച് കൊടുക്കാറുണ്ട്. ഫുൾ ഓപ്പൺ അല്ല, നമുക്ക് ഫീഡിങ് ഓപ്ഷൻ പോലെ ഫുൾ ഓപ്ഷൻ ആയിട്ട് കൊളുത്ത് വേണ്ട, ഒരു ജസ്റ്റ് 2-3 കൊളുത്ത്, അതായത് മേളിൽ ഞൊറിയുടെ മേളിൽ പോർഷനിൽ വരുന്ന ഒരു 2-3 കൊളുത്ത് മതിയാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, കൊളുത്ത് തുന്നി കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് 2 കൊളുത്തൊക്കെ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു അമ്മയ്ക്ക് ഒരു നൈറ്റിയിൽ ഞാൻ കൊളുത്തും കുഴയും വെക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയുന്നവർക്ക് കുഴപ്പമില്ല, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് ജസ്റ്റ് വീട്ടിലൊക്കെ നമുക്കൊരു കൊളുത്തോ കുഴയോ ഒക്കെ പോകുമ്പോൾ നമുക്കൊന്ന് തുന്നണം എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊളുത്തും കുഴയും എങ്ങനെയാണ് തുന്നുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ആണോ, അത്രയ്ക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയും പോലെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വീഡിയോയിലെടുപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് കുഴ തുന്നുന്നത് എങ്ങനെയാണെന്ന് കാണാം. കുഴ തുന്നി കഴിഞ്ഞിട്ട് നമുക്ക് കൊളുത്ത് തുന്നാം. അപ്പോൾ ആദ്യം നമുക്ക് കുഴ തുന്നുന്നതിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം കുഴ തുന്നുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാണാമല്ലോ അല്ലേ? 2 ലെയർ നൂലെടുത്തിട്ട് സൂചിയെ കൂടെ കോർത്ത് 4 ലെയർ ആക്കണം. ഇത് 4 ലെയർ നൂലാണ്. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഫസ്റ്റ് കുത്തി മുകളിലോട്ട് എടുത്തു. പിന്നെ ഇതാ ഇവിടുന്ന് ഒരു ചെറിയ കുഴയുടെ നീളത്തിനെടുത്തിട്ട് ഒന്ന് കോർത്തെടുക്കുക. കാണാമല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഗ്രീൻ ആയാലും ഇച്ചിരി പാടായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഒന്നുകൂടെ കോർത്തെടുക്കുക. 2 പ്രാവശ്യം കുത്തി കോർത്തെടുത്തു. ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് സൂചി ദാണ്ട ഇങ്ങനെ ആ ലെയറിൻ്റെ എല്ലാ അടിയിൽ കൂടെ എടുത്തിട്ട് എടുക്കുക. നൂല് ടൈറ്റ് ചെയ്യുക. പിന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കോർത്തേക്കുന്നത് ഫുള്ളാവുന്ന വരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുപ്പിച്ചടുപ്പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കെട്ടുകൾ അടുപ്പിച്ചടുപ്പിച്ചിട്ട് കൊടുക്കണേ. നമുക്ക് നല്ല ഭംഗിയുള്ള കുഴ, നമുക്ക് നല്ല ടൈറ്റുള്ള കുഴ കിട്ടും. പലരും പല ടൈപ്പിലായിരിക്കും കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല. കാരണം പലരും വേറെ രീതിയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ തയ്യൽ പഠിച്ചപ്പോൾ നമ്മളെ തുന്നാൻ ഇങ്ങനെയാണ് കേട്ടോ പഠിപ്പിച്ചത്. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത്. മറ്റുള്ളത് തോന്നിയത് അത്രയും ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്കിതാണ് ഭംഗിയായിട്ടും, കുഴ കണ്ടാലും നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ഈ രീതിയാണ് കേട്ടോ. ലാസ്റ്റ് ഇവിടെ കെട്ടിട്ട് നിർത്തിയിട്ട് ഈ കുത്തി നിർത്തി കൊടുക്കുന്ന ലാസ്റ്റ് ഉള്ളിലോട്ട് സൂചി കുത്തുക, മറച്ചെടുക്കുക, വയ്ക്കുക. പിന്നെ ഇവിടെ നമുക്കൊരു 3 കെട്ട് ഇടുക കേട്ടോ. ഒന്ന് ചുറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് നല്ല 3 കെട്ടിടുക. അതായത് കുഴ ലൂസാവരുത്. കുഴ ലൂസാവാതെ നല്ല ടൈറ്റായിട്ട് കെട്ടിയിടുക.
ഒരു 3 തവണ ഇട്ടിട്ടാൽ മതി. അപ്പോൾ നല്ല കുഴ ഊരി പോകത്തില്ല, പൊട്ടിയും പോകത്തില്ല. അങ്ങനെ 3 തവണ നമുക്ക് കുട്ടി ഇടുക കേട്ടോ. ഇത്രയാണ് കുഴ തിന്നണത്. കുഴ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൊളുത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്നുകൊണ്ട് കാണിച്ചു തരാവേ. ഇതൊരു സാധാ നൈറ്റിയാണ് കേട്ടോ. അമ്മമാർക്ക് വയ്ക്കുന്നവർ കൊളുത്തും കുഴയും വെച്ചിട്ടുള്ള നൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കൊളുത്ത് ഞാൻ തുന്നുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ട്, ഫസ്റ്റ് കൊളുത്ത് വയ്ക്കുക, അടിയിൽ നിന്ന് കോർത്തെടുക്കുക, ജസ്റ്റ് ഒന്ന് കോർത്ത് വലിച്ച് കെട്ടുക. പിന്നെ നമുക്ക് ലാസ്റ്റ് അവിടെ തീർക്കുന്നത്. അപ്പോൾ തുടങ്ങിയത് ഫസ്റ്റ് ഇപ്പറ കൊളുത്തിൽ കുഴയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ തുടങ്ങി ജസ്റ്റ് ഒരു കെട്ടിട്ട് നിർത്തുക. പിന്നെ ഇപ്പുറത്തെ ആ ഹോളിൽ കൂടെ കെട്ടുക കേട്ടോ. 3 കെട്ട് വീതം ഓരോന്നിലും 3 പ്രാവശ്യം വെച്ച് കെട്ടിടണേ. എങ്കിലാണ് നല്ല ടൈറ്റായിട്ട് കൊളുത്ത് ഊരി നമുക്ക് പെട്ടെന്ന് നൂല് ലൂസായി പോവാതിരിക്കുള്ളൂ. നല്ല ടൈറ്റായിട്ട് കൊളുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടൈറ്റായിട്ട് കെട്ടുക കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നല്ലോണം 3 പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് നൂല് മുറുക്കി കൊടുക്കുക. ഇനി അതിന് ശേഷം കൊളുത്തിൻ്റെ മോൾ ഭാഗം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇവിടുന്ന് ഇതിങ്ങനെ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം ആ കൊളുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിയെടുത്ത് കെട്ടിടുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഇതതുപോലെ തന്നെ വീണ്ടും അങ്ങനെ 3 പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊളുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് 3 പ്രാവശ്യം നമ്മൾ കെട്ടിടണം കേട്ടോ. ഇടുമ്പോൾ എല്ലാം കൊളുത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഇടുക. അപ്പോൾ കുറച്ചുകൂടെ കൊളുത്ത് സ്ട്രോങ് ആയിട്ടിരിക്കും, ഇളകത്തില്ല. പിന്നെ 3 പ്രാവശ്യം ഇട്ടിട്ട് ഇതെവിടെ ഇതിൻ്റെ കൊളുത്തിൻ്റെ മുകളിൽ തന്നെ ഇട്ട് ആ കെട്ടൊന്ന് ടൈറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ കൊളുത്ത് നല്ല സ്ട്രോങ് ആയി ഇപ്പോൾ തന്നെ. ഇനി ലാസ്റ്റത്തെ കൊളുത്തിൻ്റെ ഇവിടെ ലാസ്റ്റത്തെ കുഴയിലും കൂടെ ഇടുക. അവിടെ 3 പ്രാവശ്യം കെട്ടിട്ട് കൊളുത്ത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നല്ലതേ കൊളുത്ത് നല്ല സ്ട്രോങ് ആയി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയാലൊന്നും അനങ്ങത്തില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊളുത്ത് തിന്നുന്നത്. ഇന്നതാ കുഴ ഞാൻ ഓൾറെഡി തുന്നി വെച്ചിട്ടുണ്ട്. അപ്പം അതിലോട്ട് കൊളുത്തിട്ടാൽ മതി. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഗ്യാപ്പൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? നമ്മൾ കൊളുത്തും കുഴയും വയ്ക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ പേജ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എന്താ പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നൈറ്റി ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പിക്ക് നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങളുടെ അളവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ മോഡൽ നമ്മുടെ പേജിൽ കിടക്കുന്ന ഏത് മോഡലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരും. ഇത് ഞൊറിവ് നൈറ്റിയുടെയൊക്കെ ആണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ചെയ്യുന്ന മോഡലുകളുടെ പിക്ക് നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.